അപ്പോ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി ഇരിപ്പുണ്ട്, കലാഭവൻ ഷാജോൺ. കെ നായനാരെ മനോഹരമായിട്ട്, നായനാർ സഖാവിനെ മനോഹരമായിട്ട് അനുകരിക്കുന്ന ഒരാളാണ്. എന്തോ ഒരു എതിർപ്പുള്ള ഒരാള്, ഒരു കുഴപ്പമില്ല. അല്ല, നായനാർ സാർ മാത്രമല്ല, AK ആന്റണി സാറും. അല്ല, അതുപോലെ പ്രചോദ് കരുണാകരൻ സാറിനെ നന്നായിട്ട് പിന്നെ ഉമ്മൻചാണ്ടി സാറിന്. അല്ല, എനിക്ക് അതിനു മുൻപ് പറയാനുള്ളത് ചാണ്ടി ഉമ്മനോടാണ്. ഞാൻ പേര് വിളിച്ച് സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം. ഒരുപാട് ഒരുപാട് ഇളതാന്നറിയാം. അപ്പൊ എന്നാന്ന് വെച്ചാൽ അതിനകത്തൊരു ഉമ്മൻ ചാണ്ടി ഉള്ളത് കൊണ്ടാണ്. കാരണം ഞാൻ ഒരു കോട്ടയംകാരനാണ്, ഞാനത് ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ്. പണ്ട് മുതൽ ഞാൻ മുട്ടമ്പലത്തായിരുന്നു, നമ്മുടെ കളക്ടറിന്റെ ഫ്രണ്ടിൽ മുട്ടമ്പലം പോലീസ് ക്വാർട്ടേഴ്സിൽ. എൻ്റെ ചാച്ചൻ പോലീസുകാരനായതുകൊണ്ട് അവിടെ ആയിരുന്നു. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കുട്ടിക്കാലം മുതലേ. ഒന്ന് പുണ്യാളച്ചൻ, അവിടുത്തെ പുതുപ്പള്ളി പള്ളി, പിന്നെ ഉമ്മൻചാണ്ടി സാറാണ്. അത് കഴിഞ്ഞാലാണ് പിന്നെ വെട്ടുപന്ത് കളി എന്ന് പറഞ്ഞൊരു, അതിപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നാടൻ പന്ത് കളി. എൻ്റെ ചാച്ചനൊക്കെ അതിനകത്ത് പോലീസ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട്, ഞാൻ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്നേഹമാണ്. കാര്യം അദ്ദേഹം ആ പുതുപ്പള്ളി നമ്മളെങ്ങനെ കാണുന്നോ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും മാറ്റമുണ്ടായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഒരാളോടുള്ള പെരുമാറ്റത്തിലും മാറ്റമുണ്ടായിട്ടില്ല. അപ്പം അങ്ങനൊരു ഒരാളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പം അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാതയിൽ കുറച്ചെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ താങ്കൾ ഒരു വലിയ, ഇപ്പൊ തന്നെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതേപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നേതാവാകട്ടെ താങ്കൾ എന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഷാജോൺ അതുപോലെ തന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഓണം 2 വർഷമായി നമുക്ക് ഉമ്മൻചാണ്ടി സാർ നഷ്ടപ്പെട്ടിട്ട്. അതെ, ആ തിരുവോണത്തിന്റെ അന്ന് ഞാൻ ചാണ്ടിയുമ്മന്റെ കൂടെ ആയിരുന്നു വീട്ടിൽ. കാരണം അവിടെ പോകണമെന്ന് എനിക്ക് തോന്നി. തിരുവോണത്തിന്റെ അന്ന് ഞാൻ അവിടെ കല്ലറയ്ക്ക് പോയപ്പോൾ ചെന്നപ്പോൾ ഞാൻ കിടുങ്ങിപ്പോയി. കാരണം ഇപ്പോഴും അവിടെ ആൾക്കാർ വന്നിട്ട് തിരികെത്തിക്കുകയും പൂക്കൾ വെക്കുകയൊക്കെ ചെയ്യുക. സത്യം പറഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ ആൻഡോ ചേട്ടൻ എന്നോട് വിളിച്ചു പറഞ്ഞു, ഷാജോണെ ഫ്രീ ആകുമ്പോൾ അതുവഴി ഒന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു, ചാണ്ടിയുമ്മനെ ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഇത് ആരും അറിയാതെ ഞാൻ ഒരു തവണ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പം ഞാൻ പുതുപ്പള്ളി പോയി, ഉമ്മൻചാണ്ടി സാറിന്റെ കുഴിമാടത്തിന് അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടാണ് പോയത്. കാര്യം സഖാവിന്റെ ശബ്ദം കൂടി ഒന്ന് ചെയ്യണം. ഏതാണ്? കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ. അതല്ല നമ്മൾ ഇത്രയും പറഞ്ഞ സീരിയസ് ആണ്. ഞാൻ ഇപ്പം നാരായണ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവിന്റെ ശബ്ദം ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തുള്ളത് പോലത്തെ റിഹേഴ്സലും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. എന്നാലും ഒരു ഫോൺ കോളിൻ്റെ ഒരു പരിപാടി നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊന്ന് രണ്ട് ഡയലോഗ്. ഹലോ. ഹലോ, ആരാ വിളിക്കുന്ന? സാറേ, ഞാൻ ഇപ്പം ഇവിടെ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ നിന്ന്, നമ്മുടെ സ്ഥലത്ത്. സാറേ, നമ്മുടെ ആരാ വിളിക്കുന്നത്? എന്റെ പേര് രാധാകൃഷ്ണൻ. കണ്ണൂരിൽ നിന്ന് രാധാകൃഷ്ണനാ വിളിക്കുന്നത്. സാറേ, എന്താ രാധാകൃഷ്ണൻ? സാറേ, മറ്റൊന്നുമല്ല, നമ്മുടെ ഈ സ്കൂളിലെ പിള്ളേര് കുറവാ. അപ്പൊ ഡിവിഷൻ ഫോളൊക്കെ ഒരുപാട് ഉണ്ടാവും. പിള്ളേരെ ഒന്ന് കൂട്ടാനായിട്ട് ഇപ്പൊ എന്താണ് ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രാധാകൃഷ്ണ, അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ടാ? അപ്പൊ ഒരു കാര്യം ചെയ്യും, അവിടെ ടീച്ചർമാരും ഹെഡ് മിസ്ട്രസും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടും. അപ്പൊ പിന്നെ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടാ. അവിടെ കുട്ടികൾ കുറവാന്ന് പറയുന്നു. രാധാകൃഷ്ണൻ ബന്ധപ്പെടാന്ന് പറഞ്ഞു. നായനാർ സാറിനെ പോലെ തന്നെ വളരെ രസകരമായിട്ട് മറുപടി പറയുന്ന ഒരാളാണ് PC സാറും. അപ്പൊ നായനാർ സഖാവിന്റെ ഈ കാര്യങ്ങൾ, അതായത് ഈ ഫോണിൻ പ്രോഗ്രാം കണ്ടിട്ടില്ലേ, പണ്ട് സ്ഥിരമായിട്ടൊരു ചാനലിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അന്ന് മറുപടി ഇതൊക്കെ സോൾവ് ചെയ്യുന്നത് എല്ലാം വളരെ സെറ്റയറായിട്ടാണ്, കോമഡി ആയിട്ടാണ് അത് സോൾവ് ചെയ്യുന്നത്. എന്നാൽ പല കാര്യങ്ങളും അത് അതിലൂടെ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? K നായനാര് ഞാൻ പറഞ്ഞാല് അദ്ദേഹത്തെ എനിക്ക് വളരെ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം ജീവൻ രക്ഷപ്പെട്ടത് ഞങ്ങളുടെ നാട്ടിൽ വന്ന പൂഞ്ഞാറ്റിൽ വന്ന് അദ്ദേഹം ഒളിച്ചിരുന്നത്. നാത്തനാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് കൂടെ അവിടെ ഉണ്ടാക്കിയപ്പോൾ IHRDയുടെ ആ വലിയ മലയാണ് നയനാർ ഒളിച്ചിരുന്ന സ്ഥലത്താണ് ഈ എഞ്ചിനീയറിംഗ് കൂടെ ഉണ്ടാക്കിയത്. ആ ഇട്ടിരിക്കുന്ന പേര് നയനാർ ഹിൽസ് എന്നാണ്. മനസ്സിലായി? അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. ഇതുപോലെ തമാശ രൂപത്തിൽ കാര്യങ്ങൾ കാണുകയും എന്നാൽ വളരെ സീരിയസ് ആയി പ്രശ്നങ്ങൾ നടപടികളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ് നയനാർ. അദ്ദേഹം തീരെ തമാശക്കാരനാണെന്നൊക്കെ ഓർക്കും. തെറ്റാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഈരാറ്റുപേട്ടയിലൊരു ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹമാണ് വന്നത്. ഞാൻ അധ്യക്ഷൻ എന്ന നിലയിൽ MLA ഏറ്റ് ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞു. ഈശ്വര പ്രാർത്ഥന എല്ലാവരും ഏറ്റു നിന്നു. നിന്നപ്പം തൊട്ടടുത്തൊരു മുസ്ലിം ദേവാലയം അവിടെ നിന്ന് ബാങ്ക് വിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യും?
ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥനക്കാരൻ വന്നാൽ കുഴപ്പം. ബാങ്ക് വിളി ഞങ്ങളുടെ ഈരാറ്റുപേട്ടയുടെ ഒരു സംസ്കാരത്തിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്, എഴുന്നേറ്റ് നിൽക്കുക, അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. മിണ്ടാറില്ല. എന്ത് ചെയ്യും? ഇ കെ നായർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ത് ചെയ്യും ദൈവമേ? ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് നിൽക്കുമല്ലോ ബാങ്ക് വിളി. ബഹുമാനപ്പെട്ട ഇ കെ നയനാർ ആ 2 മിനിറ്റ് നേരം അവിടെ തന്നെ നിന്ന് മിണ്ടാതെ ബാങ്ക് വിളി തീർന്നു, അദ്ദേഹം ഇരിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ എൻ്റെ തോളൊരു തട്ടും കൂടെ എങ്ങനെ ഇരിക്കുന്നു അതിലൊക്കെ രസം. ഇത്ര മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹവും. ഞാൻ സത്യം പറയട്ടെ, നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ ലാഭം എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു. സഖാവ് ഇ കെ നയനാർ ഞാനിപ്പോൾ പറഞ്ഞല്ലോ. അതുപോലെ കെ കരുണാകരൻ ആരായിരുന്നു അദ്ദേഹം? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു സംശയം, കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭനായ ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ ആർക്ക് എതിർക്കാൻ പറ്റും? എനിക്ക് വ്യക്തിപരമായ അടുപ്പമുള്ളതുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. അതുപോലെ നമ്മുടെ എ കെ ആന്റണി, എല്ലാവരും പറയും മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളുകലെന്ന്. കാരണം ശരിയാകട്ടെ ഒരു കണക്കിന്, എന്താ വെച്ചാൽ ഒരു കാര്യം ആരെയും നടക്കുകയില്ല. പക്ഷേ കള്ളനല്ലായിരുന്നു, അത് നിശ്ചയിക്കാൻ പറ്റുകയില്ല. എ കെ ആന്റണി കള്ളനല്ലായിരുന്നു എന്ന് ഏറ്റവും വലിയ സംഭവമാണ്. അതുപോലെയാണ് നമ്മുടെ പി എസ് അച്യുതാനന്ദൻ, നമ്മുടെ ഉമ്മൻചാണ്ടി, അതുപോലെ നേതാക്കന്മാരെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോട് കാണാം എന്ന് എൻ്റെ അഭിപ്രായം. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അമ്മയുടെ പ്രസിഡന്റ് ആകുന്ന ആളിവിടെ ഇരിക്കുക. ഇവിടുത്തെ ആളുകളെ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു. ഈ അടുത്ത കാലത്ത് അതും കൂടെ പറയാൻ ആഗ്രഹിക്കും. ഈ അടുത്ത കാലത്ത് എൻ്റെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച സംഭവം ഒരു കലാകാരന്റെ മരണമാണ്. ആരുടെയാ? നവാസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഇരിക്കണം. എനിക്കൊരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനലുകാരോട്. ദൈവം തമ്പുരാനെ ഓർത്ത് നവാസിന്റെ ഭാഗങ്ങൾ ഇനി നിങ്ങൾ കാണിക്കരുത്. എൻ്റെ വീട്ടിൽ ഇരുന്ന് കണ്ടോണ്ട് പല പ്രാവശ്യം ഞാനും എൻ്റെ ഭാര്യയും പൊട്ടിക്കരഞ്ഞു. നവാസ് അത് അഭിനയിക്കുന്നതാണ്. അപ്പോൾ അത് ദൈവത്തെ ഓർത്ത് ഇനി അത് കാണിക്കരുതെന്നാണ് ചാനലുകാരോട് എൻ്റെ അപേക്ഷ. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലല്ലേ അത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ലാഭമാണ്. അതുപോലെ കലാഭവൻ എന്ന് പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കലാഭവൻ ആരുണ്ടാക്കിയതാ? ആവേലച്ചൻ. ഞാൻ എറണാകുളത്ത് ദേവരക്കുളയിലാണ് പഠിച്ചത്. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ആബേലച്ചൻ്റെ ആസ്ഥാനത്ത് പോകാതിരുന്ന ഒരു വർഷവും ഇല്ല. അത്രമാത്രം വ്യക്തിത്വം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. ആ കലാഭവനിൽ നിന്ന് കടന്നു വന്നവരാണ് ഈ കലാകാരൻ. നമ്മളെ ഈ മിമിക്രി എന്ന് പറയുന്നതിൻ്റെ ആരംഭം തന്നെ കലാഭവനാണ്, നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയേറെ ബഹുമാനമുണ്ട് ആബേലച്ചനോടും. ആ ഫാമിലി നിങ്ങളെല്ലാവരും തന്നെ അവിടുന്ന് വന്നവരാണ് എന്ന് കാണുന്ന സന്തോഷമുണ്ട്. ഏതായാലും ഇവിടെ വരുവാനും നിങ്ങളോടൊക്കെ സംസാരിക്കാനും കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. ഈ ഓണാഘോഷ പരിപാടി വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഈ അമൃത ടി വി നടത്തുകയാണ്. അമൃത ടി വിയിലും, ടി വിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും മാത്രമല്ല ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും മുഴുവൻ ആളുകൾക്കും ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിക്കുകയാണ്. നല്ലൊരു ഓണമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ഓണം. സാറപ്പം 33 വർഷം MLA ആയിരുന്നു പറഞ്ഞു. ഇത് നിയമസഭയിൽ പൊയ്യാപ്പിളയാ 2 വർഷമല്ലേ ആയിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഈ ചാണ്ടിയുമ്മന്റെ MLA ആവുന്നതിന് മുൻപുള്ള ഓണവും അതിന് ശേഷവും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അതിനു മുമ്പുള്ള എല്ലാ ഓണവും അപ്പയോട് ഒരുമിച്ചായിരുന്നു. ആ ഓണം അതിനുശേഷമുള്ള ഓണങ്ങൾ അപ്പ ഇല്ലാത്ത ഓണങ്ങളാണ്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും അല്ലേ? അത് ഒത്തിരി സ്ഥലത്ത്. ഞാൻ ഉത്തരാഖണ്ഡിൽ പോയി ഓണം ഉണ്ടിട്ടുണ്ട്. ഒരു 2010 കാലഘട്ടങ്ങളിൽ അന്ന് ഞാൻ NSUവിന്റെ പ്രവർത്തനമായിരുന്നു. അപ്പൊ അവിടെ ചാർജുള്ള സമയമായിരുന്നു. അപ്പം ആ ഓണം ഞാൻ ഉത്തരാഖണ്ഡിലാണ് ഉണ്ടത്. അവിടെ വെയിറ്റേറിനാണല്ലോ. അവിടെ ഛത്തീസ്ഗഡിൽ ഇതേപോലെ ഓണം ഉണ്ണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിലായിരുന്നു. പിന്നെ ഒത്തിരി ഓണങ്ങൾ അവിടെ കോളേജിലായിരുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ഡൽഹിയിൽ ഓണങ്ങൾ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇപ്പോഴുണ്ട്. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ ഒരു ചെറിയ ദൃശ്യം വരുന്നു, അത് കണ്ടതിന് ശേഷം നമുക്ക് പിരിയാം. ഓ മൈ ഗോഡ്. ഷോ പോവല്ലേ? ഈ രാഷ്ട്രീയക്കാരെ കാര്യം ഒരു പഴയ വാജ്പേയിന്റെ സൈഡിൽ ഇരിപ്പുണ്ട്. തരംഗം സൃഷ്ടിച്ച വാജ്പേയി. അയ്യോ, പിന്നെ വാജ്പേയി എങ്ങനെ കിട്ടിയെന്നുള്ളൊരു കാര്യം ചെറുതായിട്ടൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ കല്യാണം കഴിച്ച ഉടനെ തന്നെ വിദേശത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയ ഒരാളാണ്. അപ്പം അന്ന് ഞങ്ങളുടെ നാട്ടിൽ ഫോൺ സംഭവങ്ങളൊന്നും അടുത്തൊരു സ്ഥാപനത്തിലാണ്. PP നമ്പറാ പോയി പറയുക. അപ്പൊ 2-3 പ്രാവശ്യം പോയി പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും PPP എന്ന് പറഞ്ഞു. പള്ളി പോയി പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഫോൺ വിളിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കല്യാണം കഴിച്ചിട്ട് ഞാൻ വിദേശത്ത് പോയത്.
അപ്പോൾ വിദേശത്തു നിന്ന് വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ കാണാതിരുന്നിട്ട് നിനക്ക് വിഷമമൊന്നും ഉണ്ടായില്ലല്ലോ, എന്തെങ്കിലും ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞേ, കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വാജ്പേയിനെ കാണിക്കണമായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് വാജ്പേയി ചെയ്യാൻ പറ്റുന്നൊരു സ്പാർക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അങ്ങനെ പിന്നെ നമ്മുടെ പ്രോഗ്രാമുകളിലൊക്കെ ചെറുതായിട്ട് വാജ്പേയി ചെയ്താണ് ഒരുപാട് സ്റ്റേജുകളിൽ വാജ്പേയി ചെയ്യാൻ പറ്റിയത്. ഏതായാലും വാജ്പേയി ഇപ്പം ഇന്നിവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓണം ആഘോഷിക്കുന്നു പറയാം. ഓക്കെ, പറയാം. വാജ്പേയി വരുമ്പോൾ സ്റ്റേജിൽ നമ്മളെല്ലാവരെയും നോക്കിയതിന് ശേഷം ശിരസ് നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ തുടങ്ങുന്നത്. പക്ഷെ വാജ്പേയി എപ്പോഴാണ് ഡയലോഗ് പറയുന്നത് വാജ്പേയിക്കോ കൂടെ വെക്കുന്ന ബ്ലാക്ക് കാറ്റ്സിന് പോലും അറിയാൻ പറ്റില്ല. ടൈമിംഗ് ഇല്ലാതെയാണ് അദ്ദേഹം പ്രസംഗിക്കുക. അപ്പോൾ വാജ്പേയിയുടെ പ്രസംഗം ഇപ്രകാരമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷരീഫ് ने हमको एक 12 बच्चों है लाहौर यात्रा के बाद उन्होंने कारगिल में नौकरी करी है. ईश्वर ने उनको एक 12 बच्चों है मध्यार का कुछ में वापस आ गया. इन्होंने कारागार में गौतम बुद्ध खाना खावा. जय ललिता सिलसिला के सिलसिला सबसे बड़े लोगों को मुझे ओना शमसा करता है. हाई हो हाउ हम हा हा. കലക്കി